കുറെ കാലമായിട്ട് ടി വി അടിക്കണമെന്ന് വിചാരിച്ചാണ്. ഓ ഇപ്പൊ ഇങ്ങനെ നടന്ന് തോതന്നെ ഉള്ള പൈസയും പോയി സാമാനം വാങ്ങി മൊത്തം ചെന്ന പിന്നായല്ലോ. ദേവി പൈൻ്റ് അടിക്കാനുള്ള കാശ് നോക്കിയാണല്ലേ. അടുത്ത ജന്മം ഗംഗയിൽ പായൽ വരാനുള്ള ജോലി കിട്ടിയിരുന്നെങ്കിൽ. ഇതെന്തോണാവാത്ത ഇതല്ലേ സ്വിച്ച്? ഇവിടെ ടി വി നന്നാക്കണ്ണ ഒന്നും ഇവിടെ കാണാൻ വെച്ചേക്കണല്ലേ. ഇതെല്ലാം ഞാൻ നന്നാക്കിയത്. അണ്ണാ ഈ ടി വി ഉണ്ട ആറ്റിനോറ്റ് മേടിച്ച സാധനമാണ്. എന്റെ കയ്യിൽ തറ വീന്ന് പോയണ്ണ. ഇത് എങ്ങനെയാണെന്ന് റെഡിയാക്കി താണ്ണ. ഓ ടി വിയാ? ഇതൊക്കെ 2 ദിവസം കൊണ്ട് നന്നാക്കി തരില്ലേ? നീ ഇതൊക്കെ തന്നിട്ട് 2 ദിവസം കഴിഞ്ഞു വാ. ടി വി ശരിയായില്ലേ? ഓ ടി വി എടാ, അത് തുറന്നപ്പോഴാണ് കണ്ടത്. അതിന്റെ ഐസി അടിച്ചു പോയിരിക്കണം. നീ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു വാ, റെഡിയാക്കി വെച്ച. ശരിയായില്ലേ അണ്ണ? ഒരാഴ്ച എടുക്കല്ലേ? ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം. അണ്ണാ ടി വി എന്തിനാ? ചേടാ അതിന്റെ ഐസി ഇവിടെ എങ്ങും കിട്ടണില്ല. നിങ്ങൾ ഓരോന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അണ്ണാന്ന് വിളിച്ച് നാവുകൊണ്ട് എന്നെ കൊണ്ട് ഓരോന്ന് വിളിപ്പിക്കില്ല നിങ്ങള്. ചേടാ സംഭവം അങ്ങനല്ല. ഇതിന്റെ സാധനം ഞാൻ അങ്ങ് മഡഗസ്കറിൽ നിന്ന് വരുത്തിയേക്കാണ്. ഇത് വരാൻ സമയം എടുക്കും. നീ ഒന്ന് ക്ഷമിക്ക്. പോയിട്ട് 1 മാസം കഴിഞ്ഞ് വാ, എല്ലാം റെഡിയാക്കി തരാം. ഓ അവിടെ നിന്നാണ്. എന്നാ ഞാൻ പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരാം. 2000 years later. അപ്പാപ്പാ മക്കളെ പെൻഷൻ കാശൊക്കെ കിട്ടിയില്ലേ? അമ്മക്കൊരു ടി വി വാങ്ങിച്ചാലാ? മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരുന്ന പോലല്ല. നടക്കാൻ കാലുമുട്ടൊന്നും വയ്യട മക്കളെ. ഫുള്ള് വേദനയാണ്. എടാ രാഘവോ, താൻ എന്നെ മറന്നോടോ? എടാ മകളെ, അതാരടാ വന്നിരിക്കണത്? ആരാണോ എന്താ ബാബ? എടാ രാജീവാടാ. രാജീവൻ അല്ലടോ, മുണ്ടൂരി ശേഖരൻ. തനിക്ക് ഇനിയും മനസ്സിലായില്ല? ആ നിന്റെ ടി വി അല്ലേ? നന്നായി കാണൂലല്ലേ? എനിക്കറിയാടോ. ഇല്ല. താനിനൊരു കാര്യം ചെയ്യും. ഇതെന്റെ ചെറുകുട്ടിയാ. അടുത്ത വരവിന് കാണാൻ ഞാനും ഉണ്ടാവോന്നറിയില്ല. താൻ എന്റെ ചെറുകുട്ടിയുടെ കയ്യിൽ അതങ്ങ് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇനി നിന്റെ ചെറുകുട്ടി വരുമ്പോ ഞാനും കാണുമെന്ന് തോന്നുന്നില്ല. ഇതെന്റെ ചെറുമോൻ. അവൻ നന്നാക്കി ഏൽപ്പിക്കും നിന്റെ ടി വി. അത് ഞാൻ ഏറ്റു ബ്രോ. പോയിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞു റെഡിയാക്കി വയ്ക്കാം. ഓക്കെ ബ്രോ.